ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഹായ്, നിങ്ങളുടെ പുതിയ ജിമ്മിലേക്കുള്ള ബെസ്റ്റ് ജിം എക്യുപ്മെന്റ്സ് എവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ള ആലോചനയിലാണോ? അതോ വീട്ടിൽ സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു ഹോം ജിം സെറ്റ് ചെയ്യാനുള്ള പ്ലാനിംഗിലാണോ? വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ. നിലമ്പൂർ വടപുരത്ത് ബസ് നിർത്തിയതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് KSRTC ഡ്രൈവറെ ഡിപ്പോയിൽ കയറി മർദ്ദിച്ചെന്ന പരാതി. പരിക്കേറ്റ ഡ്രൈവറെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പന്ത്രണ്ടിന് രാത്രി 9-നാണ് സംഭവം. നിലമ്പൂർ ഡിപ്പോയിലെ OR ജിത്തുവിനാണ് പരിക്കേറ്റത്. എറണാകുളം നിലമ്പൂർ ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ താൽക്കാലിക ഡ്രൈവറാണ്. വണ്ടൂർ ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ സാധാരണ വടപുരം ജംഗ്ഷന് മുൻപ് ഇറക്കത്തിൽ നിർത്തിയാണ് യാത്രക്കാരെ കയറ്റി ഇറക്കുന്നത്. അതിനു പകരം KNG സംസ്ഥാന പാതയോരത്ത് നിർത്തി ആളെ ഇറക്കിയതിനെ ചൊല്ലി ബൈക്ക് യാത്രികനുമായി വാക്കേറ്റമുണ്ടായെന്ന് ജിത്തു പറയുന്നു. ഇന്നലെ എറണാകുളം സർവീസ് തിരിച്ചു വരുന്ന വഴിക്ക് വടപുറ എത്താൻ നേരത്ത് ഒരു ബൈക്കുകാരൻ ബസ്സിൻ്റെ മുന്നിലിട്ട് കളിപ്പിച്ചു. ബസ്സിൻ്റെ മുന്നിൽ ബ്രേക്ക് പിടിക്കുക, സൈഡ് തരാതെ വെക്കുക, യാത്രക്കാർക്ക് അസൗകര്യക്കേട് ഉണ്ടാക്കിയ വിധത്തിലാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ ഞാൻ ആളോട് വണ്ടി സൈഡാക്കിയിട്ട് പറഞ്ഞു, ഇതിൻ്റെ മുന്നിലൊന്നും ഇങ്ങനെ ഇട്ട് കളിക്കാൻ പറ്റില്ല, ജീവൻ പോണ കേസാണ്, ഇരുമ്പിന് ജീവൻ വെച്ച സാധനമാണ്, ബ്രേക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആളെ ജീവൻ പോകും. ആ പേരിനാണ് ഇപ്പോൾ ഓല് ഇങ്ങനെ ഓപ്പോസിറ്റ് വന്ന ബൈക്കുകാരും ഓലെ നാട്ടുകാരും ഒക്കെ പാടെ കൂടി നമ്മളെ ആക്രമിക്കേണ്ടായത്. കൈ പിടിച്ച് ഡോർമ പിടിച്ച് വലിച്ച് കൈ ഇങ്ങനെ ആക്കി. അതും പോരായിട്ട് വണ്ടിയൊക്കെ ഇടിച്ച് കയറാൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ നേരെ ബസ് കൊണ്ട് ഡിപ്പോയിൽ പോയി. ഡിപ്പോയിൽ ആകെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഡിപ്പോ ആകെ പെട്രോൾ പമ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വരെയാണ് ഓല് കച്ചറ കൂടിയത്. ഡിപ്പോൻ്റെ ഉള്ളിൽ അവിടേക്കൊന്നും അന്യർക്ക് പ്രവേശനമല്ല. അവിടെ ഒരു കൂട്ടായിട്ടാണ് വന്ന് ആക്രമിക്കാൻ നോക്കിയത്. പുറത്തിറങ്ങിയ തല്ലും കൊല്ലും എന്നൊക്കെയാണ് ഓല് പറയുന്നത്. ഞാനൊക്കെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. വണ്ടീൻ്റെ മുന്നിലിട്ട് ഇങ്ങനെ വട്ടം കളിപ്പിച്ചപ്പോൾ നമ്മൾ അവനോട് കാര്യം പറഞ്ഞിട്ടുള്ളൂ. ജീവൻ പോണ ഏർപ്പാടാണ്, ഇരുമ്പിന് ജീവൻ വെച്ച സാധനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബൈക്ക് തട്ടിയിട്ടില്ല. ബൈക്ക് ഇങ്ങനെ മുന്നിലിട്ട് കളിപ്പിക്കുക, ബ്രേക്ക് പിടിക്കുക. അതും ഈ മഴയുള്ള സമയത്തൊന്നും ബസ്സൊന്നും ബ്രേക്ക് പിടിച്ചാൽ നേരെ ചൊവ്വേ നിൽക്കൂല. ബസ്സൊക്കെ സ്ലിപ്പായി പോണ സാധനമാണ്. നമ്മൾ അപ്പം വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റ് കണ്ടിട്ടുള്ളൂ. ബൈക്കുകാരനെ നമ്മൾ തല പൊളിഞ്ഞ് കിടക്കണതൊക്കെ കണ്ടതൊക്കെ നമ്മൾ എന്താ പറയുക, ഇന്നലെ അങ്ങനെ പറ്റിപ്പോയി. ഇത് ഓല് ഇന്നലെ ഡോറിൻ്റെ കൈ പുറത്തേക്കിട്ട് സംസാരിച്ചപ്പോൾ കൈ പിടിച്ച് വലിച്ചു. അപ്പോൾ ഇവിടെ ജാമായി ചതവാണ്. ബസ് ഡിപ്പോയിലെത്തിയപ്പോൾ ബൈക്കുകളിൽ ആളുകൾ പിന്തുടർന്നെത്തി. ബസ്സിനുള്ളിൽ കയറിയും പുറത്തുനിന്നും മർദ്ദിച്ചു. ഹെൽമറ്റ് ഉപയോഗിച്ച് അടിച്ചെന്ന് പരാതിയുണ്ട്. തലയ്ക്കും കൈയിലും പരിക്കുണ്ട്. പോലീസ് എത്തിയ ശേഷമാണ് അക്രമികൾ പിരിഞ്ഞുപോയത്. അക്രമത്തിന്റെ CCTV ദൃശ്യം സഹിതം ജിത്തു ഡിപ്പോ ATOയ്ക്ക് പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ഡിപ്പോൾ ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപ്പോൾ കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.